ആശ്രമത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ എനിക്ക് ഈ പൂവുകളും ഇലകളും എല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അപ്പോൾ എനിക്ക് ഈ കാണുന്നതെല്ലാം എനിക്ക് കവിതകളായിട്ടാണ്. അപ്പോൾ തളിരിളം താമര മലരെ എന്ന് തുടങ്ങുന്നൊരു കവിത, അത് ഞാൻ ഈണം പറഞ്ഞു. അപ്പോൾ ജീവിതത്തിലെ ഭൗതികത മാത്രമല്ല ആധാരമായിട്ട് മനുഷ്യനുള്ളത്, ഒരു ആധ്യാത്മിക തലമുണ്ട്. ഈ ആധ്യാത്മിക തലത്തിന് അടിസ്ഥാനം ഇട്ടത് ആണ് ആശ്രമത്തിൽ. അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആധ്യാത്മികത എന്നെ കൂടുതൽ പഠനത്തിനും കൂടെ സഹായിച്ചു. അപ്പോൾ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള അവസരം. അത് മാത്രമല്ല, എനിക്ക് വേറൊരു ഭാഗ്യം കൂടെ അന്നും ഉണ്ടായി. ഗുരുകുലം ഒരു സമ്പ്രദായത്തിലുള്ള ഒരു കോഴ്സ് ഉണ്ടായിരുന്നു അന്ന്. ഗുരുകുല സമ്പ്രദായമാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്. ഇന്ന് അതല്ല, ഇത് അന്യപ്പെട്ട രൂപമാണ്. പൈസയുടെ ചൂഷണത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ഈ വിദ്യാഭ്യാസ രംഗം പോകുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗത്തെ നമ്മൾ ആഭാസമായിട്ട് കാണേണ്ടി വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഗുരുകുല ബന്ധത്തിൽ കൂടിയാണ് വലിയ വലിയ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ചുരുക്കം ഈ നമ്മുടെ ജീവിതമാണ് വിഷയം. അപ്പോൾ ഇപ്പോൾ ജീവിതം ആണ് പ്രധാനം എന്ന് വിദ്യാർത്ഥികൾക്ക് ഇന്ന് ബോധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഏതോ ഒരു വലിയ ഒരു മാഫിയയിലോ ലോബിയിലോ പെട്ടങ്ങ് പോവുകയാണ്. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ എറണാകുളത്തെ മഹാരാജാസ് കോളേജ്, ഇവിടെയൊക്കെ തന്നെയും ഈ ചില യൂണിവേഴ്സിറ്റി കോളേജുകളിൽ ആയുധപ്പുരകളാണ്. പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാണ്. ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗത്തൂടെ പല പ്രാവശ്യം കടന്നു പോയിട്ട് ഉള്ള സമയത്ത് ഈ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ജീപ്പ് കത്തിക്കുക, കാറ് കത്തിക്കുക എന്നുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കാറ് കത്തി, കാറിനകത്ത് ഡ്രൈവറില്ലാതെ കാറ് സ്വന്തമായിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചൂടാകുമ്പോഴത്തേക്ക് ഗിയർ ഓട്ടോമാറ്റിക്കായിട്ട് വീഴും. അതുകൊണ്ടാണ് അങ്ങനെ കാർ പോകുന്നത്. അപ്പോൾ എൻ്റെ ഭൂതങ്ങൾ കാർ ഓടിക്കുന്ന രീതിയിൽ കാർ തന്നെ പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ വളരെയധികം നൊമ്പരപ്പെടുത്തിയ ഒരു അവസരം. അത് ദേശത്തിൻ്റെ ദുഃഖം എന്നുള്ള പേരിൽ ഞാനൊരു കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കവിത ഞാൻ ഹാർമോണിയിൽ തന്നെ വെച്ച് പാടി ഇവിടെ അവതരിപ്പിക്കുന്നു. ബന്ധത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും നിദാനമായിട്ട് ഈ താമരയെക്കുറിച്ച്, അത് നമ്മുടെ ദേശീയ പുഷ്പമാണ്, അതിനെക്കുറിച്ച് തന്നെ ഒരു കവിതയാണ് ഞാനിപ്പോൾ
ദുഃഖവും അത് വാക്തത്വ ദേശവും ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും പ്രയാസം തോന്നുന്നെങ്കിൽ ദയവായി ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ ആർക്കും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമാണ് ഇന്നുള്ളത്. നമുക്ക് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ വളരെയധികം വിഭവങ്ങളുണ്ട്. അത് ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെയാണ്. പുതിയ വിചാരങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് അറിയാം, മദ്യം ദുരന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മദ്യം നിരോധിക്കണമെന്നും വേണ്ടെന്നും ഒക്കെ തർക്കിക്കുമ്പോൾ പണം നിരോധിക്കണമെന്ന് ആരും പറയുന്നില്ല. ഈ പണമാണ് യഥാർത്ഥത്തിൽ ഒരു പിശാചായിട്ട് ഞാൻ കാണുന്നത്. ഉദാഹരണത്തിന് ഞാൻ പണമൊന്നുമില്ലാതാണ് ഇപ്പോൾ വാസ്തവത്തിൽ ജീവിക്കുന്നത്. പണം എനിക്ക് വരുമാനമില്ല. അപ്പോൾ പണമെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ വരുന്നില്ല. പക്ഷേ എനിക്ക് സന്തോഷകരമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ചുമ്മാ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, യഥാർത്ഥ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ മദ്യലഹരിയേക്കാൾ ഭയാനകമാണ് ഈ ആർഭാടകരമായ ജീവിതവും മറ്റ് അക്രമാസക്തമായ ജീവിതവും എല്ലാം തന്നെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ആ പരസ്പര ആനന്ദം കിട്ടണമെങ്കിൽ ഈ മനസ്സൊരുക്കണം. മനസ്സിൽ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളിനി എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കുറച്ച് ഭക്ഷണമുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് സന്തോഷത്തോട് കഴിച്ചാൽ അത് മതി. അത് മതി ഇല്ലെന്ന് പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അത് ഒന്നും എനിക്ക് തൃപ്തിയായില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൃപ്തിയായില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഘടകം പ്രധാനമായിട്ടിരിക്കുന്നത് മനസ്സാണ്. അപ്പം മനസ്സിനെ നമ്മൾ സംസ്കരിക്കുക, മനസ്സ് ജ്ഞാനമാർഗത്തിലേക്ക് എത്തിക്കുക. ഈ രീതിയിലേക്ക് നമ്മൾ എല്ലാവരും വളരണം. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ ഈ ദർശനം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു മത സമവായത്തിന് ഒരാമുഖം എന്ന് തുടങ്ങി ഈ മതത്തിൻ്റെ ചില ദൂഷിത വശങ്ങളെ പരാമർശിക്കുകയും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ മതം നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് ആ പ്രയോജനപരമായ രീതിയിൽ തന്നെ അത് മുമ്പോട്ട് പോകാനായിട്ട് അതിൻ്റെ പേരിൽ സംഘർഷങ്ങളുണ്ടാക്കി തമ്മിൽ തന്നെ ഇതൊക്കെ എഴുതാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മതസമവായത്തിൻ്റെ ആമുഖത്തിൽ തുടങ്ങി. പിന്നെ മതസമന്വയ ദർശനം എന്ന ഹരിതം പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതിനുശേഷം പിന്നെ മതവും ജീവിതവും. യഥാർത്ഥത്തിൽ മതവും ജീവിതത്തിന് വേണ്ടിയാണ് ഇതെല്ലാം. ജീവിതത്തിന് വേണ്ടിയാണ് മതവും
ജീവിതത്തിന് വേണ്ടിയാണ് വിദ്യാഭ്യാസവും, ജീവിതത്തിന് വേണ്ടിയാണ് സർവ്വ രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാം. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ മറന്നിട്ട്, ഇതെല്ലാം മറന്നിട്ട് അതിൻ്റെ മറ്റുള്ള പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അപജയങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വാഗ്ദത്ത ദേശം എന്ന എൻ്റെ ഒരു പ്രതീക്ഷയുടെ പ്രതീകമായി വാഗ്ദത്ത ദേശം എന്ന ഈ കവിതയും കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്മാറാം. വാഗ്ദത്ത ദേശം. വാഗ്ദത്ത ദേശത്തെ തേടി അലയുന്നു വർഷങ്ങൾ മുന്നിട്ടു വാഗ്ദത്ത ദേശത്തെ തേടി അലയുന്നു വർഷങ്ങൾ संध्यादीपं